പയ്യന്നൂരിന് ശബ്ദവും വെളിച്ചവും നൽകി പെൺകൂട്ടായ്മ. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പയ്യന്നൂരിന് ശബ്ദവും വെളിച്ചവും നൽകി വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തനം 25ാം വർഷത്തിലേക്ക്. പുരുഷന്മാർ മാത്രം ആധിപത്യം പുലർത്തിയിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല വനിതകളായ ഈ മൂവർ സംഘം കീഴടക്കിയിരിക്കുകയാണിപ്പോൾ. 2001 ഏപ്രിൽ 2 കുടുംബശ്രീയുടെ പദ്ധതിയിൽ പയ്യന്നൂർ നഗരസഭ 2 ലക്ഷം രൂപ അനുവദിച്ച് സംരംഭം ആരംഭിക്കുന്നത്. 1 ലക്ഷം രൂപ സബ്സിഡിയും ലഭിച്ചിരുന്നു. ആദ്യകാലത്തിൽ ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് പയ്യന്നൂരിൻ്റെ മുക്കിലും മൂലയിലും എന്ത് പരിപാടി നടന്നാലും ഇവർ തന്നെയായിരിക്കും ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഉത്തരവാദിത്തം. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരും വിവിധ സംഘടനകളും ശബ്ദം വെളിച്ചത്തിനുമായി തങ്ങളെ സമീപിക്കാറുണ്ടെന്നും വാസന്തി പറഞ്ഞു. 2001 ഏപ്രിൽ 2 തുടങ്ങിയത് 24 കൊല്ലം പൂർത്തിയായി. ഏപ്രിൽ 2 24 കൊല്ലം പൂർത്തിയായി. പിന്നെ പുരുഷന്മാർ കൈയടക്കിയ ഈ സംരംഭം നമ്മൾ നല്ല രീതിയിൽ ഇത്രയും കാലം കൊണ്ടുപോയി. സംസ്ഥാനത്ത് വേറെ എവിടെ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി. 25 വർഷം നമ്മൾ നല്ല ഒരു ഇതിൻ്റെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യായി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവരും പെരുമാറാനും എല്ലാം പഠിച്ചു. കോവിഡ് കാലത്ത് 2 കൊല്ലം എല്ലാവരും വീട്ടിലടച്ചു കൂട്ടിയിരുന്ന സമയം ഒന്നിച്ചില്ലവരെ ഇവർ രണ്ടാളും 2 സ്വന്തം പശുവും തൊഴിലെല്ലാമായിട്ട് നിന്നു. നമ്മൾ മറ്റാൾ ഒരു ഷോപ്പിൽ പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. മക്കളും കുഞ്ഞുങ്ങളും ഇല്ലതുകൊണ്ട് പറ്റാത്തൊരു അവസ്ഥ വന്നു. വെള്ളൂരിലെ വാസന്തി, കാറമേലിലെ പുഷ്പ, ചന്തപ്പുര സ്വദേശി ഇന്ദിര എന്നിവരാണ് ഈ സംരംഭത്തിൻ്റെ മുതലാളിമാർ. പയ്യന്നൂരിലെ യൂത്ത് സെൻ്ററിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. പയ്യന്നൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഉത്തരവാദിത്വവും ഇവർക്ക് തന്നെയായിരുന്നു. എന്തായാലും നാടിൻ്റെ ജനമനസ്സുകൾ കീഴടക്കി ഈ രംഗത്ത് കർമ്മനിരതരായ ഈ മൂവർ സംഘത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പയ്യന്നൂരിൽ നിന്നും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.